പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ആ നയത്തിൽ, ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത്? എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു. പിന്നെ എന്തോ ഒരു 1500 ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു. ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും ഇതൊക്കെ, അല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയാണ് എല്ലാവിധ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ, എല്ലാവിധ പ്രൊസീജിയറുകളുടെയും അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ? എന്തുകൊണ്ട് തെളിയിക്കണം? ഇനിയാണ് പത്രപ്രവർത്തകർ, എൻ്റെ പൊതുസമൂഹം, കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനീയരായ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എനിക്കിനി പ്രതീക്ഷ കോടതിയാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ്. കാരണം നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. എല്ലാം അവരുദ്ദേശിച്ച രീതിയിൽ വളച്ചു പോവുകയാണ്. അതിനപ്പുറം ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെൻറ്റ് മാനിക്കാതെ, അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാനിവിടെ വരാനും നിങ്ങൾ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിൻ്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി. വേറെ നിവൃത്തിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ, കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാൻ. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അൻവറാണോ എന്ന് നോക്കണം. പേരില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല, ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത്. കോൾ റെക്കോർഡ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ ഈ പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ആദ്യം തന്നെ, എനിക്കിനി പല കാര്യങ്ങളും പറയാനുണ്ട്. ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിശയോക്തിപരമായി പറയാം എന്ന് നിങ്ങൾ കരുതുന്നത്. അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും. അപ്പം അദ്ദേഹമാണ് CM ഈ കഥാം സ്റ്റോറി എഴുതി കൊടുത്തത്. അതാണ് CM ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്.